السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. പ്രിയരെ, വസ്തുതാ ജേർണലിസത്തിന്റെ അപ്പോസ്തലനായിരുന്ന ജോസഫ് പുലിസ്റ്ററിന്റെ ന്യൂയോർക്ക് വേൾഡ് അമേരിക്കൻ തരംഗം സൃഷ്ടിക്കുകയായിരുന്നു അന്ന്. ഒരു സമൂഹത്തിന് കിട്ടേണ്ട മുഴുവൻ ധർമ്മങ്ങളോടും സഹവസിച്ച് ഒരു വിധേനയുള്ള അധർമ്മങ്ങളോടും ചേരിചേരാതെ പുലിസ്റ്റർ നീതിമാനായി വിരാജിക്കുന്ന മാധ്യമ ലോകത്തേക്ക് കൊടുങ്കച്ചവടക്കാരനായ വില്യം റാൻഡൽഫ് കടന്നു വരുന്നു. ലോകമാധ്യമ ചരിത്രം കണ്ട ഏറ്റവും അവിശുദ്ധമായ നീക്കങ്ങളാണ് പിന്നീട് അമേരിക്ക നേരിട്ടത്. 1898 ഏപ്രിൽ മാസം പുറപ്പെട്ട് പിന്നീട് മാസങ്ങൾ നീണ്ട സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിനുള്ള പ്രധാന കാരണങ്ങളിൽ മാധ്യമലോകം വില്യംസിനെ വിമർശിക്കുന്നതും ശ്രദ്ധേയമാണ്. അതിർവരമ്പുകൾ വിച്ഛേദിക്കുന്ന മാധ്യമങ്ങൾ രാജ്യത്തിന്റെ അന്തസത്ത തകർക്കുമെന്നതും തീവ്രദേശീയത നിർമ്മിക്കുന്നത് എത്രത്തോളം മാരകമാണെന്നതും റാൻഡൽഫിന്റെ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. പച്ചക്കള്ളങ്ങൾ വൈകാരികതയുടെ ചിറകേറി പറന്ന റാൻഡൽഫിന്റെ പ്രഭാതങ്ങളിലാണ് യെല്ലോ ജേർണലിസം എന്ന വാക്കുപോലും മാധ്യമലോകം ആദ്യമായി കേൾക്കുന്നത്. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച അർദ്ധരാത്രിക്ക് ശേഷം ഇന്ത്യൻ മാധ്യമങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങൾ. അമേരിക്കൻ യുദ്ധകാലത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വില്യം മക്കല്ലി ക്യൂബയിലേത് പരിഹരിക്കാവുന്ന നിസാര പ്രശ്നമാണെന്ന് കരുതിയപ്പോൾ റാൻഡൽഫിന്റെ യെല്ലോ ജേർണലിസം അതിനെ അപ്രസക്തമാക്കിയതുപോലെ ഇന്ത്യ രാഷ്ട്രം പുലർത്തിയ സംയമനവും മിതത്വവും വാർത്താ ചാനലുകൾ തകർത്തെറിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ള മെയിൻ സ്ട്രീമിൽ ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്തതുമായ മാധ്യമങ്ങളെക്കുറിച്ച് ഇനിയെങ്കിലും നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. വെറുപ്പും ഭിന്നതയും ഉൽപ്പാദിപ്പിക്കലല്ല, മറിച്ച് രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയും അനീതികൾക്കെതിരെയും ചോദ്യം ചെയ്യലാണ് മാധ്യമങ്ങളുടെ ധർമ്മം എന്നത് മറക്കരുത്. ചാൾസ് കിർക്ക് എന്ന അമേരിക്കൻ യുവാവിന്റെ ജീവിതവും മരണവും ഒരു സാമൂഹിക പാഠമാണ്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനങ്ങളിലൊന്നായ അഭിപ്രായ ആവിഷ്കാരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ തടിച്ചു കൊഴുക്കുന്ന ഈ വെറുപ്പുൽപാദനം സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് ആ കൊലപാതകം നമ്മെ ഓർമ്മിക്കുന്നുണ്ട്. ഇത്തരങ്ങളിലെ കെർക്കുമാരെയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ അകത്തളങ്ങളിൽ വളർത്തുന്നത് എന്നത് അതിഭയാനകരമായ കാര്യം തന്നെ. നമ്മുടെ കുട്ടികളിൽ നിന്ന് സുലഭമായിട്ടുള്ള ഗെയിമുകൾ മുതൽ ഇൻസ്റ്റഗ്രാമിലും എക്സിലും അടക്കം പ്രചരിക്കുന്ന വ്യാജ സന്ദേശങ്ങളും വെറുപ്പൻ ഭാഷണങ്ങളും അടക്കം സൗഹൃദവും രതിയും വിൽപ്പനയ്ക്ക് വെച്ച ആപ്പുകളെല്ലാം നയിക്കുന്ന മാരകമായ പ്രശ്നങ്ങളിലേക്ക് നാം അറിയാതെ തന്നെ നാം എല്ലാം അടിമകളായിട്ടുണ്ട് എന്നതാണ് സത്യം. നുണ, വിദ്വേഷമടക്കമുള്ള സാമൂഹിക കുറ്റകൃത്യങ്ങളെ നോർമലൈസ് ചെയ്യുന്നു എന്നതാണ് മാധ്യമങ്ങൾ തുറന്നിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ ഇത്തരം കാര്യങ്ങളെ സ്വഭാവത്തോടുകൂടി പ്രചരിപ്പിക്കുന്ന മനുഷ്യരും മറ്റൊരു പ്രശ്നം തന്നെ. എവിടെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പാത്രമൊരുങ്ങുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇന്നുള്ള ഓരോ സാമൂഹിക മാധ്യമങ്ങളും ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്കോ അല്ലെങ്കിൽ മത രാഷ്ട്രീയ ലിബറൽ സംഘടനകൾക്കോ വ്യക്തികൾക്കോ അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നതാണ്. നിർമ്മാതാക്കൾ ആര് തന്നെ ആയാലും മാധ്യമങ്ങളിലെല്ലാം പ്രചരിക്കേണ്ടത് സാമൂഹിക നന്മകളാണ്, അല്ലാതെ തങ്ങൾക്ക് അനുകൂലമായത് മാത്രമാണ് ശരിയെന്ന യുക്തിരഹിത ചിന്തകളല്ല. മാധ്യമങ്ങളുടെ യഥാർത്ഥ ധർമ്മമല്ല മറ്റു പലതുമാണ് അതിൻ്റെ മൂലധനമെന്ന് വന്നാലുണ്ടാകുന്ന പ്രശ്നമാണ് ഇന്ന് സമൂഹം അനുഭവിക്കുന്നത്. ഈ മാധ്യമ ഭീകരർക്ക് ലാഭം കൊയ്യാനുള്ള മറ്റൊരു അവസരമാണ് തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. 2024 പൊതു തിരഞ്ഞെടുപ്പിൽ നടന്ന ജനാധിപത്യ അട്ടിമറിക്ക് കാരണം വോട്ട് ചോരിയാണെങ്കിലും മറ്റൊരു പ്രധാന കാരണം ഈ മാധ്യമങ്ങളെ ഉപയോഗിച്ച് നടത്തിയ വെറുപ്പുൽപാദനമാണ്. സമൂഹത്തിലുള്ള ഓരോ മനുഷ്യരുടെയും അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം വരുത്താത്ത അവലംബമാണ് മാധ്യമങ്ങളിൽ നിന്നുണ്ടാകേണ്ടത്. എന്നാൽ മലയാള മാധ്യമങ്ങളുടെ അമ്മയായ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത ഒരു കേസിലെ സസ്പെക്റ്റിനെ വെടിവെച്ചു കൊന്നതിന് മുംബൈ പോലീസിന് അഭിനന്ദനം അർപ്പിച്ചതിൽ എന്ത് ഫലമാണുള്ളത്? മുമ്പ് കഴിഞ്ഞ ഏതെല്ലാമോ കേസുകൾ കുത്തിപ്പൊക്കി അതിലുള്ള കക്ഷികളുടെ കുടുംബം വരെ പുറത്തെടുക്കുന്ന കാസറ്റുകൾ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? സെലിബ്രിറ്റികളുടെ സ്വകാര്യതയിലേക്ക് ക്യാമറ കണ്ണുകൾ സൂം ചെയ്യുന്ന കൊയിലുകൾക്ക് പാടാനുള്ള അവസരം നൽകുന്നത് ആരാണ്?
ഇങ്ങനെയുള്ള പുതിയതും പഴയതുമായ മാധ്യമങ്ങൾക്ക് പാടാനുള്ള അവസരം നൽകുന്നത് നാം ആണെന്ന സത്യം നാം പോലും തിരിച്ചറിയുന്നില്ല. 1.5 മിനിറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തെ വാർത്തെടുത്തതിൽ മാധ്യമങ്ങൾ ചെലുത്തിയ പങ്ക് ചെറുതല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ള ഓരോ കൊലപാതകങ്ങൾക്കും സമൂഹ മാധ്യമവുമായി ഒരു ബന്ധമില്ല എന്നൊന്നും നമുക്ക് പറയാനാകില്ല. പ്രിയപ്പെട്ട അധികാരികളെ, ഇതിനെതിരെ നാം ശക്തമായ നിലപാടെടുത്തില്ല എങ്കിൽ ഈ മാധ്യമങ്ങളുടെ പാവകളായി നാം ഓരോരുത്തരും മാറുമെന്ന ചിന്ത നമുക്ക് വേണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.